അവസാനമായി പറഞ്ഞത് ചില പ്രധാന വിവരങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടത്. സൂറത്തുകളുടെ എണ്ണം 114. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഖൽബുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറത്ത് യാസീനാണ്. തൗഹീദിന്റെ ഇതൊക്കെ ചോദ്യം വരാൻ, പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. അപ്പോ തൗഹീദിന്റെ സൂറത്ത് എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. അത് തന്നെയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. മക്കിയായ സൂറത്തുകൾ എത്ര? 86, 86. സൂറത്തുൽ മദനിയായ സൂറത്തുകൾ 28ആണ്. അപ്പൊ 86ഉം 28ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 114. മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയത് മക്കിയ, ഹിജറക്ക് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയല്ലോ, ആ ഹിജറക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ് മദനിയ. സൂറത്തുൻ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗത്തോട് കിടപിടിച്ചു നിൽക്കുന്ന അത്രത്തോളം പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അതാണ് ഇഖ്ലാസ് സൂറത്ത്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ ഓതാറുണ്ട്. മറ്റു സൂറത്തുകൾ 3 തവണ ഓതാറില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ മാത്രമേ ഓതാൻ പാടുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ഒരു തവണ ഓതി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒരു തവണയും ഓതി ദുആ ചെയ്യാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനാ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത്? അതാ സൂറത്തിന് അത്രയും ശ്രേഷ്ഠതയുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള സൂറത്ത് 3 തവണ ഓതി നമ്മൾ ഉടനെ ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ പെട്ടെന്ന് സ്വീകരിച്ചോളും എന്ന അത്രയും ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്. ഇനി തദ്രീബാത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതും കൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം കേട്ടോ. നീണ്ടു പോകാൻ പാടില്ല. വ്യക്തമാക്കാം. ഒന്ന്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് 4 കാര്യങ്ങൾ എഴുതണം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് 4 കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് 4 കാര്യങ്ങൾ കിതാബിൽ പാഠത്തിൽ പറയുന്നുണ്ട്. അത് എഴുതി കൊടുക്കണം. വ്യക്തമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. 2, ഖുർആനും മറ്റു ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മറ്റു ഗ്രന്ഥങ്ങൾ, അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളിലാണ്? അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോരുത്തർക്കൊക്കെ നല്ല ഉറപ്പ് വരുന്നുണ്ട്. പിന്നെ 3, ഖുർആനിന്റെ അമാനുഷികത വ്യക്തമാക്കുന്ന 2 കാര്യങ്ങൾ. ഖുർആൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, അല്ലെ, അള്ളാഹുവിന്റെ കലാമാണ് എന്നത് വ്യക്തമാക്കുന്ന 2 കാര്യങ്ങൾ. ഖുർആനെ വിളിച്ച വെല്ലുവിളിയുണ്ട്, അത് ഏറ്റെടുക്കാൻ ഒരാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 1400 വർഷങ്ങൾ പിന്നിട്ടു. പിന്നെ 4, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ചില പ്രപഞ്ച സത്യങ്ങൾ, അല്ലെ, ഭൂമിയുടെ ആകൃതി, സൂര്യന്റെ സഞ്ചാരം എങ്ങനെയാണ്, അല്ലെ, അതെല്ലാം പറയുന്നുണ്ട്. വശംസ് തജ്രി നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, യാസീൻ സൂറത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിശദീകരണം നമുക്ക് നടത്താം. നാളെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഏത് തന്നെയാണ്? ഇതും ലിസാനും. ഓക്കെ, അഖീദയും ലിസാനും തന്നെയാണ് നാളെ കൊണ്ടുവരേണ്ടത് കേട്ടോ. ശരി. 5, ഖുർആനിന് മുമ്പുള്ള ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം. രണ്ടാമത്തെ ആക്ടിവിറ്റി, ആദ്യമായി ഇറക്കപ്പെട്ട ആയത്തുകൾ ഏവ? 4 ആയത്തുകളാണ്. ഇഖ്റ ബിസ്മി സൂറത്തിലെ ആദ്യത്തെ 4 ആയത്തുകൾ, അല്ലദീ അല്ലമ ബിൽ ഖലം വരെയുള്ള, അല്ലമൽ ഇൻസാന മാ ലം യഅലം, അതുവരെയുള്ള ആയത്തുകളാണ്. 2, ഖുർആൻ ആദ്യമായി ഇറങ്ങിയ സ്ഥലം ഏതാണ്? എവിടെയാണ് ആദ്യമായി ഇറങ്ങിയത്? ഹിറാ ഗുഹയിൽ വെച്ച്, ജബൽ നൂർ മർവ. പിന്നെ 3, എത്ര വർഷം കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം പൂർത്തിയായത്? 23 വർഷം കൊണ്ടാണ്. ഖുർആനിന്റെ വെല്ലുവിളി എന്താണ്? പാഠത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചു നോക്കി മനസ്സിലാക്കി കണ്ടെത്തണം. ഖുർആൻ കിസ് എന്ന് പറഞ്ഞാൽ ഏത് കിസ്സ? ക്വിസ് അല്ലെ? ഖുർആനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചോദ്യോത്തര പരിപാടിയാണെങ്കിൽ അതിന് ക്വിസ് എന്നാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? QUIZ അല്ലെ? ക്വിസ്. കിസ് എന്നാണെങ്കിൽ KISS, ചുംബനം. അതല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ പാഠാവസാനം ചില പ്രധാന വിവരങ്ങളുണ്ട്. അതുപോലെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഖുർആൻ ക്വിസ് മത്സരം നടത്തുക. ക്വിസ് എന്ന് വായിക്കണം കേട്ടോ. കിസ് എന്ന് എഴുതാതെ ക്വിസ്. എങ്ങനെ എഴുതാം? കാഫിറ്റ് അതിന് ഹാഫ് സുക്കൂന് കൊടുക്കുക, വാവിന് കെസറ് കൊടുക്കുക, സീനിന് സുക്കൂന് കൊടുക്കുക. ക്വിസ്. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ കിസ് എന്നാണ് എഴുതാറുള്ളത്.
ക എന്നതിന് വള്ളിയിട്ട് പിന്നെ എഴുതാറാണോ? അല്ല. ക്വീ എന്ന് എഴുതാറില്ലേ? മലയാളത്തിൽ എങ്ങനെ എഴുതാം? ക്വീ. ക എന്നതിന് ശേഷം പിന്നെ വാ എന്നതിന്റെ അല്പഭാഗം. അപ്പം ക എന്നതും വായും ചേർന്ന് വന്നതാണ്. അതാണ് ക്വീ ക്വീ എന്ന് വായിക്കുന്നത്. വാബു എന്നൊക്കെ പറഞ്ഞോ? വാ. ക്വിസ്. ഉച്ചരിക്കുമ്പോ അതുപോലെ വാവ് അവിടെ ചേർന്ന് വരുന്നുണ്ട്. ഉദാഹരണം, ഫാത്തിഹയിൽ എത്ര ശബ്ദുണ്ട്? അതൊരു ചോദ്യമാണ്. നമുക്കത് ഇപ്പൊ ഈ സമയത്ത് അതിന് കൂടുതൽ സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് പാഠം നന്നായി നല്ല വ്യക്തമായി തന്നെ മനസ്സിലാക്കാനും നന്നായി പഠിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് 3 സ്വലാത്ത് ബൈത്ത് ചൊല്ലി നിർത്താം. എല്ലാവരും കൈപിടിച്ചോളൂ, മൈക്ക് ഓൺ ചെയ്തോളൂ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.